ഇത്തവണ ഏറ്റുമാനൂർ നഗരസഭയിൽ ബി.ജെ.പി. ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1.5 വർഷം മുമ്പ് തന്നെ ഇതിനുള്ള ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 31 വാർഡുകളിലും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളുണ്ട്. നിലവിലെ നഗരസഭാ കൗൺസിൽ 7 അംഗങ്ങൾ ബി.ജെ.പിക്കുണ്ട്. വികസിത ഏറ്റുമാനൂർ എന്ന ലക്ഷ്യവുമായാണ് ബി.ജെ.പി. മത്സരിക്കുന്നത്. UDF, LDF മുന്നണികളുടെ അവിശുദ്ധ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി. വോട്ടർമാരെ കാണുന്നത്. വികസന രേഖയും ഉടൻ പുറത്തിറങ്ങും. ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമാനൂർ, അതുപോലെ തന്നെ അതിരമ്പുഴ, നീണ്ടൂർ ഭാഗങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനത്തിൽ കൂടി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ കെടികാര്യസ്ഥത ഈ ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണം ബി.ജെ.പിക്ക് തരണമെന്നാണ് ഞങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്ന ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും മികച്ച രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റുമാനൂരെ സ്ഥാനാർത്ഥികളെ വൻ വിജയത്തിലെത്തിക്കുവാൻ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ആദരണീയനായ മുൻ MLA ആയ PC ജോർജ് അവർ അദ്ദേഹം കട്ടോട് ജംഗ്ഷനിൽ 5-ാം തീയതി നാളെ കഴിഞ്ഞ് 5 മണിക്ക് പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ട്. 2 കലാകാരന്മാരെയും ഇത്തവണ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട്. ഡിസംബർ 5 വൈകിട്ട് 5 മണിക്ക് പുനത്ര കട്ടോട് ജംഗ്ഷനിൽ നടക്കുന്ന സ്ഥാനാർത്ഥി സംഗമം ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ 17-ാം വാർഡ് സ്ഥാനാർത്ഥിയും സാഹിത്യകാരൻ ആറന്മുള സത്യവ്രതന്റെ മകനും സാഹിത്യകാരനുമായ സതീഷ് കാവ്യധാര, 24-ാം വാർഡിലെ സ്ഥാനാർത്ഥിയും സിനിമാ സീരിയൽ നടനുമായ മികച്ച ഡ്രൈവർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ G. ജഗദീഷ് സ്വാമി ആശാൻ, 9-ാം വാർഡ് സ്ഥാനാർത്ഥിയും ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സിറിൽ G. നരികുഴി, ബി.ജെ.പി. മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു പുനത്ര എന്നിവർ പങ്കെടുത്തു.